Good morning, friends. Welcome all to the third lecture of the waves, the boundary conditions. So, what is boundary condition? So, boundary condition means ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കേസുകളൊക്കെ തന്നെയും ഒരു ഇൻഫിനിറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു അല്ലെ. ഇൻഫിനിറ്റ് ലെങ്ത്തിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെച്ച രണ്ടറ്റം നമുക്കറിയാത്ത അത്രയും വലിയൊരു സ്ട്രിങ്, നമ്മളൊരു കയറ് പോലെ ഒരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളതിലൊരു വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബട്ട് വി അസ്യൂം ദാറ്റ് ദർ ഈസ് സം ബൗണ്ടറി. മീൻസ് നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പലതരത്തിലുള്ള ബൗണ്ടറി ആവാമല്ലോ. ഒന്നെങ്കിൽ ഒരു എൻഡിൽ കെട്ടി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് മറ്റൊരു പ്രോപ്പർട്ടിയുള്ള ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ബൗണ്ടറി ആണല്ലോ. ഒരു സ്ട്രിങ്ങിൽ നിന്ന് സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് ആ വേവ് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു ബൗണ്ടറി ആണല്ലേ. സോ ഈ ബൗണ്ടറിയിൽ വെച്ച് നമ്മുടെ വേവിന് എന്ത് സംഭവിക്കുന്നു? വേവ് അങ്ങോട്ട് കടന്നു പോകുമോ? എത്ര ഭാഗം കടന്നു പോകും? വേവ് തിരിച്ച് വല്ലതും ഇങ്ങോട്ട് തിരിച്ചു വരുമോ? സോ ഇതൊക്കെയാണ് ബൗണ്ടറിയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് പറയും. നോക്കൂ, നമുക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ കാണാൻ കഴിയും. കണ്ടോ, വേവ് ഇങ്ങനെ പോകുന്നു, ഒരു ഭാഗം പാസ് ചെയ്യുന്നു, ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, ദിസ് ഈസ് ദി ജനറൽ കേസ്. Generally, we assume some part is transmitted, some part is reflected. Okay, so some part is transmitted and some part is reflected, just like this. Okay, so നമുക്ക് എത്ര ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് വരും, എത്ര ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് വരും, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പോണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമാജിനറി റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നമ്മൾ കോംപ്ലക്സ് ഫോമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കൂ, ഒരു ഇൻസിഡൻറ്റ് വേവിൻ്റെ കോംപ്ലക്സ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. കോംപ്ലക്സ് ഫംഗ്ഷനെ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. സോ ദിസ് ഫോർ ദി ഇൻസിഡൻറ്റ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ടു ദി സെഡ് ഡയറക്ഷൻ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫസ്റ്റ് മീഡിയമാണ്, ഇത് സെക്കൻഡ് മീഡിയമാണ്. ഫസ്റ്റ് മീഡിയത്തിൽ ഉള്ള വേവ് ലെങ്ത് തന്നെ ആവണമെന്നില്ല സെക്കൻഡ് മീഡിയത്തിൽ ഉണ്ടാവുക, ചേഞ്ച് ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ വെലോസിറ്റി എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. v is equal to root t by m. It depends on t and the mass per unit density അല്ലേ. m എന്ന് പറയുമ്പോൾ മാസ് പെർ യൂണിറ്റ് ഡെൻസിറ്റി ആയിരുന്നു. അതേപോലെ ടെൻഷനെ ടെൻഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രിങ്ങും രണ്ട് എൻഡുകൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും എല്ലാ ഭാഗത്തും ഒരേ ടെൻഷനാണ്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മ്യൂ മാറുന്നത് കൊണ്ട് ഇവിടെ രണ്ട് മീഡിയത്തിലും വെലോസിറ്റി മാറുന്നുണ്ടാവും അല്ലെ, ഇൻ ജനറൽ മാറുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മീഡിയത്തിന് നമുക്ക് ഫസ്റ്റ് മീഡിയത്തിലുള്ള വേവ് ഡീറ്റെയിൽസിനെ എല്ലാ പാരാമീറ്റേഴ്സിനെയും 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. സെക്കൻഡ് മീഡിയത്തിലുള്ളതിനെ നമുക്ക് 2 കൊണ്ടും റെപ്രസെൻ്റ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയം. Medium to the left side and medium to the right side is the second medium. So the incident wave നമുക്ക് എങ്ങനെ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കൂ. എഫ് ഐ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എ ഐ ബാർ ഇ റേസ് ടു ഐ കെ വൺ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ. ആക്ച്വലി കെ സെഡ് മൈനസ് ഒമേഗ ടി ആയിരുന്നു ഫസ്റ്റ് മീഡിയം ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, അവിടെ കെ വൺ ആണ്. ബട്ട് ഒമേഗ നോക്കൂ, ഒമേഗക്ക് മാറ്റമൊന്നുമില്ല, ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ and we assume the not അല്ലേ, this boundary is at z is equal to 0. z is equal to 0. So നമുക്ക് ഇങ്ങനെ എഴുതാം, for z less than 0 the incident the wave function, the complex wave function is like this one. അതേപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്തത് ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ, ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. സോ z less than 0 തന്നെ തിരിച്ചു പോകുന്നു. സോ അത് നമുക്ക് എഴുതാൻ നോക്കൂ, എഫ് ആർ ഓഫ് സെഡ് ടി. നമ്മൾ പറഞ്ഞത് റിവേഴ്സ് സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും നോക്കൂ. നമ്മൾ നേരത്തെ രണ്ട് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഈസിയസ്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു, ഈ കെ വൺ മൈനസ് കെ വൺ എന്ന് എഴുതിയാൽ മതിയായിരുന്നു അല്ലേ. സോ എ ആർ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി റിഫ്ലക്റ്റഡ് വേവ് ഇ റേസ് ടു ഐ മൈനസ് കെ വൺ സെഡ് മൈനസ് ഒമേഗ. സോ കേക്ക് ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്ന വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ. ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെഡ് ഈക്വൽ ടു 0യിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന കമ്പോണൻ്റ് ആണ്. സോ ഫോർ സെഡ് ഗ്രേറ്റർ ദാൻ 0 ദ ട്രാൻസ്മിറ്റഡ് വേവ് ഫംഗ്ഷൻ ഈസ് എഫ് ബാർ ഓഫ് സെഡ് ടി ഈസ് ഈക്വൽ ടു എ ടി ബാർ മീൻസ് ദി കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് വേവ് ഇ റേസ് ടു ഐ k2z minus omega t.
ബിക്കോസ് RHS റൈറ്റ് സൈഡിൽ സെക്കൻഡ് മീഡിയമാണ്, അവിടെ വരുന്ന വേവ് നമ്പർ ഈസ് K2. സോ ഗോയിങ് ടു റൈറ്റ് സൈഡ്, സോ പ്ലസ് K2 Z മൈനസ് ഒമേഗ ടി. ഓക്കെ, സോ ഇൻസിഡൻറ്റ് വേവ് ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, അതുപോലെ മറ്റൊരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. നൗ നമുക്കതിനെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. സോ ദി നെറ്റ് വേവ് ഫംഗ്ഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് മീൻസ് നെറ്റ് വേവ് ഫംഗ്ഷൻ ഫോർ Z ഗ്രേറ്റർ ദാൻ 0. ഈ ബൗണ്ടറിയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്മുടെ നെറ്റ് വേവ് ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും നോക്കൂ, ഇൻസിഡൻറ്റ് വേവ് പ്ലസ് റിഫ്ലക്റ്റഡ് വേവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ZT ഫോർ Z ലെസ് ദാൻ 0 ഇങ്ങനെ എഴുതാം അല്ലേ. നെറ്റ് ഈസ് ഈക്വൽ ടു AI പ്ലസ് അല്ലെങ്കിൽ FI പ്ലസ് FR അല്ലെ, FI പ്ലസ് FR ദാറ്റ് ഈസ് AI റൈസ് ടു IK1Z മൈനസ് ഒമേഗ ടി പ്ലസ് AR റൈസ് ടു മൈനസ് K1Z മൈനസ് ഒമേഗ ടി. ഇൻസിഡൻറ്റ് കമ്പോണൻറ്റ് പ്ലസ് റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റ്. അതേപോലെ റൈറ്റ് സൈഡിൽ അല്ലേ, ഫോർ Z ഗ്രേറ്റർ ദാൻ 0 ദിസ് വിൽ ബി ദിസ് വൺ, ദി ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ് AT റൈസ് ടു IK2Z മൈനസ് ഒമേഗ ടി. ഇനി നമ്മളെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് നോക്കൂ. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, മീൻസ് ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് Z ഈക്വൽ ടു 0-യിലാണ്. അതുകൊണ്ട് തന്നെ 0-യുടെ അപ്പുറവും ഇപ്പുറവും ജസ്റ്റ് ആഫ്റ്റർ ആൻഡ് ജസ്റ്റ് ബിഫോർ ദ ഫംഗ്ഷൻ ഷുഡ് ബി സെയിം അല്ലേ. ഒരു ഫംഗ്ഷൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാം, 0-യുടെ ജസ്റ്റ് ആഫ്റ്റർ ജസ്റ്റ് ബിഫോർ സെയിം ആയിരിക്കണം. സോ എഫ് ഓഫ് ZT Z ജസ്റ്റ് ബിഫോർ 0 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 0 മൈനസ് എന്ന് എഴുതും. Z ജസ്റ്റ് ബിഫോർ ജസ്റ്റ് ആഫ്റ്റർ 0 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും, 0 പ്ലസ് എന്ന് എഴുതും. സോ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് 0 മൈനസ് T ഈസ് ഈക്വൽ ടു എഫ് 0 പ്ലസ് ടി. ഓക്കെ, അതേപോലെ തന്നെ ഇഫ് ദ നോട്ട് അല്ലേ, നമ്മളിവിടെ ഉള്ള ഈ ബൗണ്ടറിയിൽ വരുന്ന ഈ കെട്ട് ഒരു സ്മോൾ ടൈറ്റിക്ക് അവരെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോട്ട് ഈസ് ഓഫ് നെഗ്ലിജിബിൾ മാസ്, മീൻസ് നമ്മളത് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു സാധനമൊന്നും അല്ലെങ്കിൽ ദെൻ ദ ഡെറിവേറ്റീവ് ഓൾസോ മസ്റ്റ് ബി ഇൻ ജനറൽ ദ ഡെറിവേറ്റീവ് ഓൾസോ continuous, must be continuous. Okay, so the derivative of the function എന്ന് പറയുമ്പോൾ dou f by dou z just before the z minus 0 എന്ന് പറയുമ്പോൾ 0 minus equal to just after അല്ലേ. സോ 0യുടെ ബൗണ്ടറിയുടെ ജസ്റ്റ് ബിഫോറും ജസ്റ്റ് ആഫ്റ്ററും ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. സോ ദിസ് ഈസ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ ദി ഡെറിവേറ്റീവ്. സോ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബൗണ്ടറിയിലുള്ള രണ്ട് കണ്ടിന്യൂറ്റി കണ്ടീഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതായിരുന്നു, നോക്കൂ ഈ നോട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു നോട്ടാണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഈ കേസിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. ബട്ട് ഇഫ് ദിസ് ഈസ് ഓഫ് വെരി സ്മോൾ മാസ്, ദ നോട്ട് ഈസ് നോട്ട് കൺസിഡറബിൾ എമൗണ്ട്, ദെൻ അതൊരു കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. സോ അത്തരം കേസിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻസ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. സോ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ദ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ F0 മൈനസ് ടി F0 പ്ലസ് ടി, ഇത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. സോ Z0 മൈനസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഫംഗ്ഷൻ ഇതാണ് അല്ലേ, ലെഫ്റ്റിൽ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇവിടെ Z ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, AI e raised to minus I omega t plus AR e raised to minus I omega t, because Z becomes 0 which is equal to again 0 F0 plus t എന്ന് പറയുമ്പോൾ എന്ത് വരും നോക്കൂ, RHSൽ എന്ത് വരും, which is equal to AT e raised to minus I omega t, because ഇവിടെയും Z 0 ആണ്. ബട്ട് നോക്കൂ e raised to I omega t മൂന്ന് ടേമിലും കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്ത് കളയാൻ ബാക്കി വരുന്നത് എന്തായിരിക്കും നോക്കൂ, ഇതായിരിക്കും വരുന്നത് അല്ലേ, AI പ്ലസ് AR ബാർ പ്ലസ് AT ബാർ. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അതേപോലെ ഈ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനിൽ ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. സോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്ത് വരും നോക്കൂ, ഇവിടെ 0 മൈനസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഇവിടെ K1 ഇൻറ്റു AI ഇത് വേവ് ഫംഗ്ഷൻ K1 ഇൻറ്റു ദിസ് വൺ വരും അല്ലേ, ദോ എഫ് ബൈ ദോ സെഡ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഇവിടെയാണെങ്കിൽ നോക്കൂ മൈനസ് K1 ഇൻറ്റു ദിസ് വൺ വരും, മൈനസ് K1 ഇൻറ്റു ദിസ് വൺ. സോ രണ്ടിലും നമുക്ക് K1 പുറത്തെടുക്കുകയാണെങ്കിൽ K1 പുറത്തെടുത്തിട്ട് നമ്മൾ ഇതേപോലെ അവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡെറിവേറ്റീവിന് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും നോക്കൂ, ഇങ്ങനെ കിട്ടും. K1 ഇൻറ്റു AI മൈനസ് AR, ഇവിടെ കാരണം മൈനസ് K1 ആയിരുന്നു, കോമൺ ആയിട്ട് പുറത്തെടുത്തതാണ്,
വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റിൽ അതേപോലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നു K2 ഫംഗ്ഷൻ എന്ന് വരും. അതിൽ e−i⁻t ക്യാൻസൽ ചെയ്ത് എല്ലാ ഭാഗത്തും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ K2 × AT എന്ന് വരും അല്ലേ. സോ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം കിട്ടിയെന്ന് അർത്ഥം. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് കിട്ടേണ്ടത്, നമ്മുടെ എത്ര ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, എത്ര ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു, ഈ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ARഉം ATയും കണ്ട് AIയുടെ ഇൻസിഡൻറ്റ് വേവിൻ്റെ എത്ര ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, എത്ര ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. സോ അത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ARഉം ATയും കണ്ടുപിടിക്കാമല്ലോ. ഈ K1 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായിട്ട് മാറി നോക്കൂ, AI-AR = K2/K1AT എന്ന് വരും അല്ലേ. K2/K1AT എന്ന് വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ എന്തായിരിക്കും കിട്ടുക, 2AR എന്ന് കിട്ടില്ല. ദിസ് മൈനസ് ദിസ് ചെയ്യുമ്പോൾ K1 റൈറ്റിലേക്ക് കൊണ്ടുപോയി ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ AI ക്യാൻസൽ ചെയ്യും, ദെൻ 2AR എന്ന് പറയും. 2AR = സംതിങ് കിട്ടും അല്ലേ. 2AR = ദിസ് AT പ്ലസ് ദിസ് K2/K1AT എന്ന് വരും. ദെൻ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, AT കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് AI ദാറ്റ് ഈസ് 2K1/K1 + K2 × AI നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതേപോലെ അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയ AT ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ AT = ദിസ് 2K1/K1 + K2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AR കിട്ടും അല്ലേ. AR ഇവിടുന്ന് കിട്ടും. സോ what will be AR? AR is obtained as K1 - K2 / K1 + K2 × AI. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ദ റിഫ്ലക്റ്റഡ് ആംപ്ലിറ്റ്യൂഡും അതേപോലെ ട്രാൻസ്മിറ്റഡ് ആംപ്ലിറ്റ്യൂഡും ഇൻ ടേംസ് ഓഫ് ഇൻസിഡൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഇൻസിഡൻറ്റ് ആംപ്ലിറ്റ്യൂഡ് മാത്രമേ നമുക്ക് റിയലി അറിയുന്നുണ്ടാവുള്ളൂ. സോ ഇൻസിഡൻറ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ ട്രാൻസ്മിറ്റഡ് ആംപ്ലിറ്റ്യൂഡും അതേപോലെ നമ്മുടെ റിഫ്ലക്റ്റഡ് ആംപ്ലിറ്റ്യൂഡിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് ജനറലി K ആയിരിക്കും അറിയുന്നുണ്ടാവുക, ഏറ്റവും കൂടുതൽ വെലോസിറ്റി ആയിരിക്കും അറിയുന്നുണ്ടാവുക അല്ലേ. വെലോസിറ്റി അറ്റ് ദ ഫസ്റ്റ് മീഡിയം, വെലോസിറ്റി അറ്റ് ദ സെക്കൻഡ് മീഡിയം ആയിരിക്കും അറിയുന്നുണ്ടാവുക. സോ അത്തരം കേസുകൾ നമുക്ക് വെലോസിറ്റി ടേംസിലേക്ക് ഇതിനെ മാറ്റിയാൽ മതി. നമുക്കറിയാം വെലോസിറ്റിയും നമ്മുടെ Kയും തമ്മിലുള്ള റിലേഷൻ അറിയാം, ω = K × V. സോ ദി വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ അല്ലെങ്കിൽ ദി K ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് ഓൺ അല്ലേ. K = ω/V. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ K എങ്ങനെ റീപ്ലേസ് ചെയ്യാം, K1 = ω/V1, K2 = ω/V2. സോ അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ നമുക്ക് ഇങ്ങനെ കിട്ടും. ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്, വളരെ സിമ്പിളാണ്. സോ ദിസ് K1 = ω/V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, K2 = ω/V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടെയും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ കിട്ടും, AR = V2 - V1/V2 + V1 × AI, AT = 2V2/V2 + V1 × AI. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റും അതേപോലെ ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ്. ഇപ്പോൾ രണ്ട് മോഡലാണ്, ഒന്ന് Kയുടെ ടേംസിലാണെന്നുള്ളൂ, മറ്റൊന്ന് വെലോസിറ്റിയുടെ ടേംസിലാണ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസും നമുക്കറിയാം കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ടേംസിലായിരുന്നു അല്ലേ. AR ബാർ, AI ബാർ, AT ബാർ ഇങ്ങനെയായിരുന്നു. നമുക്കെന്ത് ചെയ്യാം, ഇവരുടെ റിയൽ ടേംസിലേക്ക് ഇവരെ മാറ്റി എഴുതണം. അപ്പോൾ അറിയാം ദ കോംപ്ലക്സ് the reflected amplitude AR bar is this one, AI bar is this one, AT bar is this one അല്ലേ. ഇവിടെ ΔR, ΔI, ΔT എന്നൊക്കെ പറയുന്നത് അവരുടെ കൂടെയുള്ള ഫേസ് കോൺസ്റ്റൻറ്റുകളാണ്, അതായത് വെബിൻ്റെ കൂടെയുള്ള ഫേസ് കോൺസ്റ്റൻറ്റുകളെയാണ്. ഇനി നമുക്ക് ഇവരുടെ റിയൽ റിലേഷൻ ARഉം ATയും റിയൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിന് നമ്മൾ എന്തും കൂടെ അറിയണം, ΔRഉം ΔTയും ΔIയും തമ്മിലുള്ള റിലേഷനും കൂടെ അറിയണം. അപ്പോൾ നമുക്ക് മൂന്ന് കേസുകളുണ്ട്, മൂന്ന് കേസുകൾ എടുക്കാം. ഇഫ് ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ലേറ്റർ മീൻസ് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് കുറവാണെങ്കിൽ, അത് വണ്ണം കുറഞ്ഞ സ്ട്രിങ് ആണെങ്കിൽ എന്നർത്ഥം. സോ ആ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ലേറ്റർ മീൻസ് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ മാസ് കുറവാണ് എന്നർത്ഥം അല്ലേ. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ മാസ് കുറവാണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ മാസ് കൂടുതലാണ്. സോ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ മാസ് കൂടുതൽ എന്ന് പറയുമ്പോൾ μ1 കൂടുതലാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൂടുതലാണ്, T/μ ആണ് വരുന്നത്. T ഒരു കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. സോ μ മാറുമ്പോൾ അല്ലേ μ1 കൂടുതലായതുകൊണ്ട് തന്നെ V1 കുറവായിരിക്കും. സോ V1 കുറവാണ്, V2 കൂടുതലാണെന്നർത്ഥം. ഈ കേസിൽ V1 കുറവാണ്, V2 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ all three waves have the same phase, means
ഇൻസിഡൻറ്റ് വേവിൻ്റെ അതേ ഫേസിൽ തന്നെയായിരിക്കും റിഫ്ലക്റ്റഡ് വേവും അതേപോലെ ട്രാൻസ്മിറ്റഡ് വേവും പോകും. സോ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ. ഓക്കെ, സോ നമുക്ക് എന്താണ് എല്ലാം ഇക്വേറ്റ് ചെയ്ത് കളയാം അല്ലെ. ഡെൽറ്റ ആർ, ഡെൽറ്റ ഐ, ഡെൽറ്റ ടി മൂന്നും ഈക്വൽ ആയതുകൊണ്ട് ഇവർ റൈറ്റ് സൈഡിലൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? എ ആർ is equal to V2 minus V1 by V2 plus V1. എ ടി is equal to 2V2 by V2 plus V1 into AI. ഇങ്ങനെ തന്നെ കിട്ടും അല്ലേ. സോ റിയൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും എന്നർത്ഥം. ഇനി if the second string is heavier, സെക്കൻഡ് സ്ട്രിങ് ഹെവി എന്ന് പറയുമ്പോൾ mu2 കൂടുതലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിന് മാസ് കുറവാണെന്നർത്ഥം അല്ലേ. mu1 കുറവാണെന്നർത്ഥം. സോ mu1 കുറവാണെങ്കിൽ നോക്കൂ, V1 കൂടുതലായിരിക്കും, V1 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ V2 കുറവായിരിക്കും. സോ V1 ഗ്രേറ്റർ ദാൻ V2 ഓർ V2 ലെസ് ദാൻ V1, രണ്ട് രീതിയിൽ എഴുതാമല്ലോ. സോ എനിവേ ഈ കേസിൽ ഇങ്ങനെയാണെങ്കിൽ ദെൻ ദി ഇൻസിഡൻറ്റ് വേവും ട്രാൻസ്മിറ്റഡ് വേവും സെയിം ഫേസിലായിരിക്കും, ബട്ട് റിഫ്ലക്റ്റഡ് വേവ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ് ബൈ 180 degree. സോ ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ പ്ലസ് പൈ ഓർ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബൈ മൈനസ് പൈ, അങ്ങനെ എഴുതാം അല്ലേ. സോ ഡെൽറ്റ ഐ മൈനസ് പൈ എന്ന് എഴുതാം. സോ അതിന് നമ്മൾ ആ കോസിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇതേപോലെ എഴുതുകയാണെങ്കിൽ നോക്കുക എങ്ങനെയായിരിക്കും വരിക. റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആർഗ്യുമെൻ്റ് എങ്ങനെയായിരിക്കും വരിക നോക്കൂ. കോസ് ഓഫ് മൈനസ് K1Z മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ആറിന് പകരം എന്ത് എഴുതി? ഡെൽറ്റ ഐ മൈനസ് പൈ എന്ന് എഴുതി അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന് നമ്മൾ നമ്മുടെ ഈ ഭാഗം എ എന്നും ഇത് പൈനെ ബി എന്നെടുത്ത് കോസ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. മൈനസ് കോസ് ഓഫ് മൈനസ് K1Z മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ഐ എന്ന് കിട്ടും. മീൻസ് തല തിരിഞ്ഞു വരുന്നു എന്നർത്ഥം. ഇത് ഡയറക്ഷൻ മാത്രമല്ല റിവേഴ്സ് ആകുന്നത്, അവർ ടോട്ടലി അപ്വാർഡ് ഉള്ള ആൾ ഡൗൺവാർഡായിട്ട് മാറുന്നു, ഡൗൺവാർഡുള്ള ആൾ അപ്വാർഡായിട്ട്, നേരെ തല തിരിഞ്ഞു വരുന്നു എന്നർത്ഥം, അപ്സൈഡ് ഡൗൺ ആയിട്ട് മാറുന്നു എന്നർത്ഥം. സോ ഇത്തരം കേസിൽ ഇഫ് ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ഹെവിയർ ദെൻ ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് അപ്പ് സൈഡ് ഡൗൺ, തല തിരിഞ്ഞ് പോകുന്നു എന്നർത്ഥം. സോ അത്തരം കേസുകളിൽ നോക്കൂ, നമുക്ക് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. സോ ആംപ്ലിറ്റ്യൂഡ് എന്ത് മാറ്റമായിരിക്കും വരുന്നത് നോക്കൂ. ഡെൽറ്റ ആറിന് പകരം നമ്മളിവിടെ എന്ത് എഴുതണം? ഡെൽറ്റ ഐ മൈനസ് പൈ എന്ന് എഴുതണം അല്ലേ. ഡെൽറ്റ ഐ മൈനസ് പൈ എന്ന് എഴുതണം. സോ അതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, അതിനെ കോസ് വെച്ച് ഇക്വേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ റിയൽ ടേംസിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ. സോ ഇവിടെ എന്ത് കിട്ടും? കോസ് ഡെൽറ്റ ആർ എന്ന് വരും. സോ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ദിസ് ഈസ് റിവേഴ്സ്ഡ് ബൈ ദി മൈനസ് ഡയറക്ഷൻ. സോ എ ആർ is equal to V1 മൈനസ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നേരെ എഴുതാൻ പറ്റും. ഡെൽറ്റ ആർ is equal to ഡെൽറ്റ ഐ മൈനസ് പൈ എന്നല്ല എഴുതിയത് അല്ലേ. സോ ഐയുടെ ഇ റേസ് ടു ഐ ഡെൽറ്റ ഐ രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഡെൽറ്റ ഐ മൈനസ് പൈ എന്നുണ്ടായിരുന്നു അല്ലേ. ഇ റേസ് ടു മൈനസ് ഐ പൈ എന്ന് പറയുന്നത്, ഇ റേസ് ടു മൈനസ് ഐ പൈ അവിടെ റിമൈൻഡ് ചെയ്യും. ഇ റേസ് ടു മൈനസ് ഐ പൈ ഈസ് മൈനസ് അല്ലേ. സോ ഒരു മൈനസ് ഇവിടെ വരും എന്നർത്ഥം, ഇവിടെ ഒരു മൈനസ് വരും. സോ ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ ഇതെന്തായിട്ട് മാറും? V1 മൈനസ് V2 ആയിട്ട് മാറും. സോ എ ആർ is equal to V1 മൈനസ് V2 ബൈ V2 പ്ലസ് V1 ഇൻറ്റു എ ഐ ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് മാറ്റമൊന്നുമില്ല, കാരണം ഇവിടെ ഈ ഡെൽറ്റ ടിയും ഡെൽറ്റ ഐയും സെയിം ആണ്, അതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ എ ടി ഈസ് 2V2 ബൈ V2 പ്ലസ് V1 ഇൻറ്റു എ. സോ ഇങ്ങനെയാണ് റിയൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ ഈ രണ്ട് കേസിലും വരുന്നത്. ഓക്കെ, ഇനി ഒരു സ്പെഷ്യൽ കേസും കൂടെ നോക്കാം. ഇഫ് ദ സെക്കൻഡ് വിത്ത് ഇൻഫിനിറ്റ് മാസ് മീൻസ് നമ്മളൊരു ചുമരിലാണ് കെട്ടിയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കുക. ഒരു നൂല് ഒരു ചുമരിലാണ് കെട്ടിയിട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ വെയിറ്റ് കൂടിയ എന്തോ സാധനത്തിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്, അത് ഇൻഫിനിറ്റ് മാസാണ്, അത് ഓസിലേറ്റ് ചെയ്യുകയൊന്നുമില്ലേ. ആ സമയത്ത് എന്ത് സംഭവിക്കും നോക്കൂ. വിത്ത് ഇൻഫിനിറ്റ് മാസ് ആണെങ്കിൽ എ ടി എന്തായിട്ട് മാറും? V2 എന്തായിട്ട് മാറും? ഇൻഫിനിറ്റ് മാസ് ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി 0 ആയിട്ട് മാറും അല്ലേ. V2 0 ആയിട്ട് മാറും. V2 0 ആയിട്ട് മാറുമ്പോൾ എ ടി 0 ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ എന്തായിട്ട് മാറും? എ ടി 0 ആണെങ്കിൽ എ ആർ എന്തായിട്ട് മാറും? സോ ഇൻ ദിസ് കേസ് V2 0 ആണ്. V2 0 ആയതുകൊണ്ട് V1 ബൈ V1 ആയിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് എ ആർ is equal to എ ഐ എന്നായിട്ട് മാറും. അതേപോലെ എ ടി is equal to 0 എന്നായിട്ട് മാറും. സോ എ ആർ is equal to എ ഐ ആൻഡ് എ ടി is equal to 0 മീൻസ് ട്രാൻസ്മിറ്റഡ് കമ്പോണൻ്റ് അവിടെ 0 ആയിട്ട് മാറുന്നു, കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു ചുമരിലേക്കാണ് വലിയ വെയിറ്റ് കൂടിയൊരു സാധനത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ഒന്നും തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, നമുക്ക് പോളറൈസേഷൻ എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക്
അവസാനിപ്പിക്കാം. സോ ദ പോളറൈസേഷൻ ഈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വേവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ വേവിൻ്റെ ഓസിലേഷൻ ഈസ് if it is restricted along some plane. If നോക്കൂ, ഈ കേസ് നോക്കൂ, this is restricted along this plane. So this is said to be vertically polarized. കാരണം ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇതിൻ്റെ ഈ ഓസിലേഷൻ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ. നോക്കൂ, ഈ കേസിലാണെങ്കിൽ നോക്കൂ, ഇതിൻ്റെ ഓസിലേഷൻ ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പോളറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും ഹൊറിസോണ്ടലി പോളറൈസ്ഡ് എന്ന് പറയും. നോക്കൂ, ഇത് നമ്മൾ 2 ഡയമെൻഷനിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും അല്ലെ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഏത് ആംഗിളിലും ആവാം അല്ലേ, ജനറലായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ഏത് ആംഗിളും ആവാം. ദിസ് രണ്ട് സ്പെഷ്യൽ കേസ് പോലെയാണ്. സോ ഇഫ് ദിസ് ഈസ് സം ആംഗിൾ തീറ്റ ആണ് ജനറലായിട്ട് ഒരു പോളറൈസ്ഡ് തീറ്റ ആംഗിളിൽ പോളറൈസ്ഡ് കേസാണ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതോ ഒരു ആംഗിളാണ്. സോ ആ കേസിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഇതിന് 2 കമ്പോണൻ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ വെക്റ്റർ എന്നിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റുമായിട്ട്, ഈ ഓസിലേഷൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നോക്കൂ, ഇതെപ്പോഴും ഒരേ പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏതോ ഒരു പ്ലെയിനിലാണ് ഇവർ ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ഇത്തരം കേസുകൾ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ഓസിലേഷൻസ്. ദിസ് ഈസ് വെർട്ടിക്കലി പോളറൈസ്ഡ് ഓസിലേഷൻ, ദിസ് ഈസ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ഓസിലേഷൻ, ദിസ് ഈസ് പോളറൈസ്ഡ് അറ്റ് ആൻ ആംഗിൾ, എ പർട്ടിക്കുലർ ആംഗിൾ. ഓക്കെ, ഈ എല്ലാ കേസിനും പ്ലെയിൻ പോളറൈസ്ഡ് എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ ലീനിയർലി പോളറൈസ്ഡ് എന്നും പറയാം. കാരണം ഇതൊരു ലൈനിലാണ് പോളറൈസ് ചെയ്ത് കിടക്കുന്നത് അല്ലേ. ഇതും ഇങ്ങനെ ഒരു ലൈനിലാണ് പോളറൈസ് ചെയ്ത് കിടക്കുന്നത്, ഇത് ഇങ്ങനെ ഒരു ആക്സിസിലാണ് പോളറൈസ് ചെയ്ത് കിടക്കുന്നത്. Okay, so the polarization vector in general define the plane of vibration. The plane of vibration. Okay, so the n will be perpendicular to the direction of propagation. Transverse wave ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ട്രാൻസ്വേഴ്സ് വേവ് ആകുമ്പോൾ എപ്പോഴും പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ഓസിലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? n ഡോട്ട് z is equal to 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ നമ്മളെ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. ഈ വെർട്ടിക്കലി പോളറൈസേഷൻ, ഇഫ് ദിസ് ഈസ് എക്സ് ആക്സിസ്, ദി വെർട്ടിക്കൽ ആക്സിസ് എക്സ് ആക്സിസ്, നമുക്ക് ഇത് z ആക്സിസ് ആണെന്നറിയാം അല്ലെ. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ z ആക്സിസ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? e⁻kz - ഈ ഡയറക്ഷൻ എങ്ങനെ എഴുതാം? എക്സ് ക്യാപ്പ് എന്ന് എഴുതാം. കാരണം പോളറൈസേഷൻ്റെ ഡയറക്ഷൻ ഏതാണ്? എക്സ് ക്യാപ്പാണ്. അതേപോലെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ്റെ കേസിൽ ദിസ് വിൽ ബി വൈ ആക്സ് അല്ലേ, ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ ആയിരിക്കുമല്ലോ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദീസ് e⁻kz - വൈ ക്യാപ്പ് അല്ലേ, കാരണം വൈ ഡയറക്ഷനാണ് പോളറൈസ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഈ ജനറലായിട്ടുള്ള ഏതോ ഒരു പോളറൈസേഷൻ ഡയറക്ഷൻ ആണുള്ളതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, e⁻kz - n ക്യാപ്പ് എന്ന് എഴുതാം. or n is called the polarization vector in general. ഓക്കെ, സോ ഈ പോളറൈസേഷൻ വെക്ടറിനെ ഒരു തീറ്റ ആംഗിളിൽ പോളറൈസ് ചെയ്ത് എടുക്കുന്ന ഈ ഒരു പോളറൈസേഷൻ വെക്ടറിന് ഇൻ ജനറൽ നമുക്കിങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. കോസ് തീറ്റ എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ്പ് അല്ലേ. ഇതിനെങ്ങനെ കോസ് തീറ്റ എക്സ് ക്യാപ്പ് എന്നും എക്സ് കമ്പോണൻറ്റിലെ കോസ് തീറ്റ എക്സ് ക്യാപ്പ് റെഡ് വൺ അല്ലേ, അതേപോലെ സൈൻ തീറ്റ വൈ ക്യാപ്പ് എന്നുമായിട്ട് 2 കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നർത്ഥം. സോ നോക്കൂ, ഇവിടെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റെഡ് പാർട്ടാണ്. അതേപോലെ ഇതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നോക്കൂ, ഈ ഗ്രീൻ പാർട്ടാണ് വരുന്നത്. സോ അതിനെ ടേംസിലാക്കിയിട്ട് അപ്പോൾ അങ്ങനെ എഴുതാൻ നോക്കൂ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ എന്നെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത് എഴുതിയാൽ മതി അല്ലേ. n = കോസ് തീറ്റ എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ്പ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്കൂ. എഫ് a cos theta e⁻kz - ωt x cap, a sin theta e⁻kz - ωt y cap. So this is the x component, this is the y component. So ഈ കമ്പോണൻറ്റിനെയാണ് നമ്മുടെ റെഡ് പാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ y കമ്പോണൻറ്റിനെയാണ് നമ്മുടെ ഗ്രീൻ പാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി പോളറൈസേഷൻ. സോ നോക്കൂ, ഈ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ലീനിയർ പോളറൈസേഷൻ മാത്രമായിരുന്നു. സോ ലീനിയർ പോളറൈസേഷൻ മാത്രമല്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് ഇവരിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവരുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ദാറ്റ് ഈസ് ദി സർക്കുലർ പോളറൈസേഷൻ, സർക്കുലർലി പോളറൈസ്ഡ് വേവ്. സർക്കുലർലി പോളറൈസ്ഡ് വേവ് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല, അവരിങ്ങനെ ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ട്. ഇനി ഡയറക്ഷൻ മാറുമ്പോൾ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദി എലിപ്റ്റിക്കലി പോളറൈസ്ഡ് കേസ്. ഈ കേസ് നോക്കൂ, ദിസ് ഈസ് ദി സർക്കുലർലി. ഇപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡിന് മാറ്റം വരുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മൊമെൻറ്റിലും ഇവരുടെ ഡയറക്ഷൻ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട് അല്ലേ.
ഇവരുടെ അപ്പോൾ ഈ നമ്മുടെ ഓസിലേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ ഇലക്ട്രിക് വേവും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് അല്ലേ. നമുക്ക് ഇൻ ജനറൽ അതെന്ത് ചെയ്യുന്നു, അതൊരു സർക്കുലറി പോളറൈസ്ഡ് ഓരോ മൊമെൻറ്റിലും ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷനും ഓരോ മൊമെൻറ്റിലും ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുകയാണ്. എപ്പോഴും നമ്മൾ നോക്കും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് എപ്പോഴും പോളറൈസേഷൻ ഡയറക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ കേസിൽ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരേ ഒരു പ്ലെയിനിലാണ് ഒരു പ്ലെയിനിൽ മാത്രമാണ് അല്ലേ. സോ ഈ കേസ് ഇത് വൈ അല്ലെങ്കിൽ വെർട്ടിക്കലി പോളറൈസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് അർത്ഥം. നമ്മളിവിടെ ഈ കാണിക്കുന്ന ഈ അനിമേഷൻ വെർട്ടിക്കലി പോളറൈസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അനിമേഷനാണ്. കാരണം ഇത് ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എലോങ് ദി വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷൻ. നമ്മളൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ ആൻറ്റിനകൾ, നമ്മൾ റിസീവറായിട്ട് ആൻറ്റിനകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, ടി വിയിലും റേഡിയോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഈ ആൻറ്റിനകൾ നമ്മൾ ഈ പോളറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ AM വേവ്സ്, പഴയ റേഡിയോസുള്ള AM സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, ആകാശവാണി ഇങ്ങനെ AM സ്റ്റേഷനൊക്കെ കിട്ടാറുണ്ടല്ലോ. സോ ഇവരൊക്കെ തന്നെ ഈ AM വേവ്സ് എപ്പോഴും വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പഴയ റേഡിയോസിൻ്റെ ഒക്കെ ആൻറ്റിന ഇങ്ങനെ വെർട്ടിക്കലി നേരെ കുത്തനെ വെച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസീവർ വർക്ക് ചെയ്യുകയുള്ളൂ. അതേപോലെ നമ്മുടെ TV ആൻറ്റിന നിങ്ങൾ കണ്ട് ഇങ്ങനെ ആവും TV ആൻറ്റിന വെക്കുന്നത് അല്ലേ. കാരണം നോക്കൂ, TV ആൻറ്റിനയിൽ സ്വീകരിക്കുന്ന അതിൻ്റെ നമ്മളവിടെ റിസീവ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആണ്. മീൻസ് ഇങ്ങനെ നമ്മുടെ ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആയിട്ടുള്ള വേവാണ് അത് റിസീവ് ചെയ്യുന്നത്. മീൻസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് എപ്പോഴും ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് TV ആൻറ്റിന നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇനി നമ്മുടെ FM വേവ് നോക്കൂ, FM വേവിൻ്റെ പ്രത്യേകത അതെപ്പോഴും FM വേവ്സ് സർക്കുലർലി പോളറൈസ്ഡ് ആണ്. മീൻസ് ഓരോ ഡയറക്ഷനിലും ഓരോ മൊമെൻറ്റിലും ഡയറക്ഷനെ മാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ FM വേവ് നമുക്ക് ഈ ഡയറക്ഷനിൽ വെക്കാമെന്നർത്ഥം. ഹൊറിസോണ്ടലി കമ്പോണൻറ്റും ഉണ്ട്, അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ FM വേവിൻ്റെ കേസിൽ നമ്മൾ ആൻറ്റിന ഏത് ഡയമെൻഷനിൽ ഏത് ഡയറക്ഷനിൽ വെച്ചാലും കുഴപ്പമൊന്നും തന്നെ വരുന്നില്ല. സോ നമ്മുടെ ആൻറ്റിനയുടെ വർക്കിംഗ് നമ്മുടെ പോളറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, താങ്ക് യു.